ന്യായവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വെള്ളസിംഹാസന ന്യായവിധി എപ്രകാരമെന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 11 മുതൽ ആധാരമാക്കി നമ്മൾ ചിന്തിച്ചു വരുന്നല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആ വെള്ളസിംഹാസന ന്യായവിധിയില് പുസ്തകങ്ങൾ തുറന്നു. അഥവാ ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, ഓരോരുത്തരുടെയും കുറ്റപത്രം എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളും 66 പുസ്തകങ്ങൾ അടങ്ങിയ ദൈവത്തിന്റെ തിരുവചനമാകുന്ന വിശുദ്ധ വേദപുസ്തകവും, അതേപോലെ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്നും ഇത്യാദി കാര്യങ്ങൾക്ക് അനുസരണമായി വിധി കൽപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏതൊരു കോടതിയിലും ഒരു കുറ്റപത്രമെല്ലാം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് അന്തിമ വിധി പ്രഖ്യാപനം ഉണ്ടാകുമല്ലോ. അതെ, ഈ ലോകത്തിലെ ജഡ്ജിമാർ, വക്കീലന്മാർ ഒക്കെ അവർ വിധിക്കുന്ന വിധികൾ പലപ്പോഴും ശരിയായിരിക്കണം എന്നില്ലല്ലോ. നമുക്കറിയാം, എത്രയോ കൊലപാതകന്മാർ, എത്രയോ അക്രമികൾ ഈ ലോക കോടതികളിൽ നിന്ന് വളരെ നിഷ്പ്രയാസം ഊരിപ്പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ സ്വർഗീയ കോടതിയുടെ മുൻപിൽ ആർക്കും രക്ഷപ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. അവിടെ എല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പുരോഹിതന്മാർ, അതേപോലെ പാസ്റ്റർമാർ, വിശ്വാസികൾ, ഈ ലോക പ്രസിഡന്റുമാർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവരൊക്കെയും അവർക്ക് ലഭിച്ച സമയം അവർ സത്യസന്ധമായാണോ പ്രവർത്തിച്ചത് എന്ന് ദൈവത്തിന്റെ വചനമനുസരിച്ച് അവർക്ക് വിധിയുണ്ടാകും എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 2 അതിന്റെ 1 മുതൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണ ആയിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയും എന്ന് നനയ്ക്കുന്നുവോ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുമല്ലോ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 37 നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായത്തിന്റെ 13 നാം ഇപ്രകാരം കാണുന്നു: സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, ഓരോരുത്തനും അവന്റെ പ്രവൃത്തികൾ കടുത്ത വിധിയുണ്ടായി എന്ന് നമുക്കവിടെയും കാണുവാൻ സാധിക്കുന്നു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക, രണ്ടാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. 21-ന്റെ 8 നമുക്ക് അത് കാണാവുന്നതാണല്ലോ. അപ്രകാരം അങ്ങനെ ഏതുവായും അടഞ്ഞ് കൈകൂപ്പി സമ്മതിച്ചുകൊണ്ട് നരകത്തിലേക്ക് ഈ ദുഷ്ടന്മാർ എല്ലാവരും പോകേണ്ടി വരും എന്നതാണ് ദൈവവചന വെളിച്ചത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എത്രയും ഭയങ്കരവും അതേപോലെ കഠിനനുമായവനും അവിടെ ആലില പോലെ വിറയ്ക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു എന്നാണല്ലോ സദൃശവാക്യങ്ങൾ 21-ന്റെ 2 നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം നമ്മുടെ പാപങ്ങളെ ശ്രദ്ധിക്കുവാനായിട്ട് തുനിഞ്ഞാൽ മറ്റുള്ളവരുടെ പാപങ്ങൾ കാണാൻ സമയം മിച്ചം കാണുകയില്ല. അതെ, യേശു കർത്താവും ഇപ്രകാരം പറഞ്ഞു. ആ യേശു കർത്താവിന്റെ ആ വാക്കുകൾ നാം എപ്പോഴും ഓർക്കണം. വിധിക്കുന്നവരെ എന്നാൽ നിങ്ങൾ വിധിക്കരുത്, എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുമെന്നാണ് കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അതേ പ്രിയമുള്ളവരെ, നാം യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ മുൻപോട്ട് പോകുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യായവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ
സാരിവളമാല ചുറ്റി സരസയായി നടക്കുന്ന സാരിവളമാല ചുറ്റി സരസയായി നടക്കുന്ന സുന്ദരിയാം വീട സ്ത്രീയും തിരുമുൻപിൽ വന്നേ തീരൂ. സുന്ദരിയാം വീട സ്ത്രീയും തിരുമുൻപിൽ വന്നേ തീരൂ. ന്യായാവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ പള്ളിപ്പണം പറ്റിയിട്ടു കള്ളക്കണക്കെഴുതുന്ന പള്ളിപ്പണം പറ്റിയിട്ടു കള്ളക്കണക്കെഴുതുന്ന കണക്കനും കപ്പിയാരും കണക്കു കൊടുത്തേ തീരൂ. കണക്കനും കപ്പിയാരും കണക്കു കൊടുത്തേ തീരൂ. ന്യായാവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ